എപ്പോഴും കിടക്കണം അല്ലെങ്കിൽ കുറച്ച് ജോലി ചെയ്താലും പോയി കിടക്കണം എന്നുള്ളൊരു തോന്നൽ. ചെറിയ ചെറിയ മുഖക്കുരു, ചെറിയ ചെറിയ രോമ വളർച്ചകളൊക്കെ മുഖത്ത് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം. കഴുത്തിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ മുഖത്തൊക്കെ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. ഇനി മറ്റ് ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് കംപ്ലയിൻറ്റ്സ് കൂടുതലാണ്. പൊതുവേ നമ്മൾ എപ്പോഴും പറയുമ്പോൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരെക്കാളും ഹാർട്ട് കംപ്ലയിൻറ്റ്സ് വരാനുള്ള ചാൻസസ് സ്ത്രീകൾക്ക് കുറവാണ്. കാരണം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈസ്ട്രോജൻ ഹോർമോൺ ഉണ്ട്. അപ്പോൾ എപ്പോഴാണോ പീരീഡ്സ് നിൽക്കുന്നത് അന്നോട് ഈസ്ട്രോജൻ ഹോർമോൺ ഇല്ല. അതുകൊണ്ട് തന്നെ ഹാർട്ട് കംപ്ലയിൻറ്റ്സ് ഒക്കെ പെട്ടെന്ന് വരും. അവർക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള കണ്ടീഷൻസ് സ്ത്രീകളിൽ കൂടുതലായിട്ട് കേൾക്കുന്നത് എപ്പോഴും മെനോപോസ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഇനി പിന്നെ നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡിൻ്റെ കംപ്ലയിൻറ്റ്സ്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്ലഡിൽ പ്രോട്ടീൻ അബ്സോർബ് ചെയ്ത് അതിനകത്ത് കിട്ടുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലാണ്. യൂറിക് ആസിഡ് കുറച്ച് നമ്മുടെ ശരീരത്തിന് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മൾ മൂത്രത്തിലൂടെയും മലത്തിലൂടെയൊക്കെ പുറന്തള്ളാറാണ് പതിവ്. അപ്പോൾ ഈസ്ട്രോജൻ ഹോർമോൺ ലെവൽ കുറയുമ്പോൾ ഈ യൂറിക് ആസിഡ് ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത് കുറയും. അതുകൊണ്ട് തന്നെ ആർത്തവ വിരാമം വന്ന സ്ത്രീകളിൽ യൂറിക് ആസിഡിൻ്റെ കംപ്ലയിൻറ്റ്സ് കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന രോഗങ്ങളൊക്കെ തലപൊക്കുന്നത് നമ്മുടെ ഈ ആർത്തവ വിരാമത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ചേഞ്ചസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹോർമോണൽ ഡിപ്ലീഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ചേഞ്ചസ് ഉണ്ടാകുന്നതെന്ന് ആക്സെപ്റ്റ് ചെയ്യണം ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഇതോടൊപ്പം തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആ ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ആ ഹോർമോണൽ വേരിയേഷൻസ് കാണിക്കാറുണ്ട്. കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ലെവലൊക്കെ കൂടുന്നതായിട്ട് കാണാം. ഇനി രക്തം കട്ട പിടിക്കാനുള്ള ടെൻഡൻസി ഒക്കെ ഇവർക്ക് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഒരു മെഡിക്കൽ ആക്സെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മെനോപോസ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെനോപോസിൻ്റെ ഈ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കണം. അപ്പോൾ ഇതൊരു മെനോപോസ് ആണ് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇപ്പം മെനോപോസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മെൻ്റലി അതിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. എനിക്ക് ഇനി ബോഡിയിൽ ഇന്ന ചേഞ്ചസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കണം. ഇനി നമ്മൾ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അമിത വണ്ണം വെച്ച് പോകുന്നുണ്ട് എന്നൊക്കെ തോന്നലുള്ളവരാണെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക. പല പ്രോട്ടീൻസ് കൂടുതലായിട്ട് കഴിക്കുക. നമ്മളെപ്പോഴും കാൽസ്യം അതിനോടൊപ്പം തന്നെ കാൽസ്യം കഴിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് വൈറ്റമിൻ ഡിക്ക് വേണ്ടി വെയിലും കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കഴിക്കുന്നതിൽ നമ്മൾ ആസ്പരാഗസ് അല്ലെങ്കിൽ ശതാവേരി കിഴങ്ങ് അല്ലെങ്കിൽ നമ്മൾ ശതാവേരി തന്നെ പൊടിച്ച് പാലിൽ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ചേന, ചേമ്പ്, ഇതൊക്കെ ഈസ്ട്രോജൻ ഹോർമോൺ ലെവൽ നമുക്ക് കുറച്ചുകൂടി മാനേജ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലൂടെ സപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സോയാബീൻ അല്ലെങ്കിൽ സോയാ പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കൃത്യമായിട്ടൊരു വ്യായാമമാണ്. വ്യായാമം നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ മൈൻഡും കുറച്ചുകൂടെ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വ്യായാമം കൃത്യമായി ചെയ്യണം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഹോബി ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെടി വളർത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സൊക്കെ തുന്നുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബിയൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഹോബിയിൽ എൻഗേജ് ചെയ്തിരിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി റിലാക്സ് ആവുന്നത് കാണാം. അപ്പോൾ മധുരത്തിൻ്റെയും ഉപ്പിൻ്റെ അളവ് കഴിവതും കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ മെനോപോസ് ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു വർഷം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രമേഹത്തിൻ്റെയും അതുപോലെ BP, കൊളസ്ട്രോൾ ഈ ലെവലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഒരു വർഷം കൂടുമ്പോഴെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി സ്ത്രീകളുടെ കേസിലാണെങ്കിൽ പാപ്സ്മിയർ, മാമോഗ്രാം ചെയ്യുക. അതുപോലെ തന്നെ വയറിൻ്റെ സ്കാനും ഇടയ്ക്കൊക്കെ ചെയ്ത് നോക്കുക. ഒരു വർഷം കൂടുമ്പോഴെങ്കിലും ഈ പറയുന്ന ടെസ്റ്റുകളും ഈ പറയുന്ന സ്കാനും ഒക്കെ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ മറ്റ് പല ഡിസീസ് കണ്ടീഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് റൂൾ ഔട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.